ഒരുങ്ങി വരുന്നതേ ഒന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ കർത്താവ് പറയും വിഷയം മാറ്റും. ഞാൻ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാമോ? കടന്നു വരുന്ന ജനങ്ങൾ അത്ര ഭാരത്തോടെ വരുന്നത്. അവർക്ക് ദൈവാസന അതനുസരിച്ച് കൊടുത്തെങ്കിലേ അവരെ ഒരു ആശ്വാസം കണ്ടെത്തൂ. അല്ലേ? വന്ന് ഇരുന്നിട്ട് നമ്മൾ കൈയടിച്ചു പോകുന്നതല്ല വിഷയം. വചനം ഉള്ളിൽ കയറി, വചനം ജീവനുള്ളതാണ്. അല്ലേ? ആദ്യം വചനം ഉണ്ടായിരുന്നു, ദൈവത്തോടു കൂടായിരുന്നു, വചനം ദൈവമാണ്. അല്ലേ? നമ്മുടെ ഓരോ വചനവും ഹൃദയത്തെ സ്പർശിക്കും. അല്ലേ? തൊടും. ഒന്നില്ല ഒന്ന്. ഒരു വചനം ഒരാളിനോട് പറഞ്ഞു വയ്ക്കേ, അവർ ഇന്നില്ല നാളെ പറയും. പക്ഷെ അന്ന് എന്നോട് സുശേഷം പറഞ്ഞില്ലേ, ഞാനിന്ന് രക്ഷയുടെ അനുഭവത്തിലാണ്. കാരണം വചനം ജീവിപ്പിക്കുന്ന ജീവനുള്ളതാണ്. ഞാനിപ്പോ സാക്ഷ്യം പറയാനല്ല, എൻ്റെ സുഹൃത്ത് കത്തോലിക്കക്കാരൻ, ആർസിക്കാരൻ. അപ്പൊ അയാള് ഞാൻ കൂടെ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആർസിക്കാരനാ, നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ ഗുളിയൊക്കെ കൊടുക്കും. ഇന്ന് എന്നോട് പറഞ്ഞില്ല, ഇവിടെ വരാൻ നിന്ന പുള്ളിക്ക് വയ്യാണ്ടായി. അവിടെ വാമണി, നമ്മുടെ വീടിന്റെ 3ാമത്തെ വീട്, കാപ്പിപ്പൊടി ജോയി എന്ന് പറയും, ചെക്കാലൊക്കെ. അപ്പൊ പുള്ളി നമ്മളെ ഞാൻ താഴെ നിന്നപ്പോ പാസ്റ്ററോട് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ആത്മാവിന്റെ വില ഈ ഭൂലോകത്തെ കഴിഞ്ഞ് വിലയേറിയത്. അല്ലേ? അപ്പൊ ഒരു ആത്മാവിനെ നേടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒത്തിരി പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സന്തോഷം. ഇപ്പൊ ദൈവം മാനിക്കുന്നുണ്ട്. വചനം ഒന്നും വിതച്ചാൽ ഒന്നും അത് പാഴായി പോകത്തില്ല. വിത്ത് പോകും, പക്ഷെ വചനം പോകത്തില്ല. അത് ജീവനുള്ളതാണ്, ജീവിപ്പിക്കും. അതുപോലെ ഈ ജോയിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവനൊരു കട വാഹമണിലാണ്, ഏലപ്പാറ വേണമെന്ന് പ്രാർത്ഥിക്കാൻ. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ വഴി അതായിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും മാനിക്കും. എന്റെ ദൈവവാസം ഓരോരുത്തർ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക.